കാരറ്റ് ഹൽവ. ഹായ് ഗൈസ്, ഇറ്റ്സ് മി കോസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഗാജർ ഹൽവ പഠിക്കേണ്ട കാരറ്റ് ഹൽവ ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ്, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ കാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് മതി നമുക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു പാല്, കുറച്ച് നെയ്യ്, കുറച്ച് നട്ട്സ്, കിസ്മിസ്. ഈ നട്ട്സ് നമ്മൾ ക്രഷ് ചെയ്തിടണം, കിസ്മിസ് അതുപോലെ ഇട്ടാൽ മതി. പാല് ഇത് വേവിക്കാനുള്ളത്, പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒരു പാക്കറ്റ് പാല് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, അത് വേറെ ഒന്നുമല്ല, നമുക്ക് കോയ ഉണ്ടാക്കണം. കോയ അറിയാം, മറ്റേ ഞാൻ കാണിച്ചുതരാം. ഈ പാല് ചൂടാക്കി പൊട്ടിച്ചെടുക്കുന്നത്, അതായത് എന്താണ് പറയുക, പനീർ. അത് കട്ടയായിട്ടിരിക്കും, ഇത് പനീറല്ല, പനീർ തൊട്ട് മുമ്പ് കട്ടയാക്കാതെ നമ്മൾ സോഫ്റ്റായിട്ട് എടുക്കും. അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. അതിനുവേണ്ടി ഇതൊന്ന് ക്ലീൻ ആക്കണം. ഈ ചെറിയ ഇതിലിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് പിന്നെ ഇതിൻ്റെ തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. നമുക്ക് ഇങ്ങനെ കത്തി കൊണ്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ ചെറിയ ഹോളിലിട്ട് നൈസായിട്ട് ഇങ്ങനെ മൊത്തം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ, നല്ല സോഫ്റ്റായിട്ട്. ഞാനിത് മൊത്തം എടുത്തിട്ട് വരാവേ. ഇത് പ്രത്യേകം കൈ സൂക്ഷിക്കണം കേട്ടോ, സ്പെഷ്യലായിട്ട് കുറഞ്ഞങ്ങ് പോയാൽ നല്ല പണിയാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ല വൃത്തിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു, നല്ല സോഫ്റ്റായിട്ട്. 1/2 കിലോ ഉണ്ട്, അളവ് മറന്നു പോകണ്ട. 1/2 കിലോ, അതിന് 1/2 ലിറ്റർ പാല്, 1/2 കപ്പ് പഞ്ചസാര. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അപ്പം നമുക്കാദ്യം സ്റ്റവ് കത്തിക്കാം. ഇതിൽ നമ്മൾ ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ 2-3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, പരമ്പരാഗതമായിട്ട് ഒരു പാത്രത്തിലിട്ട് ഇതിൻ്റെ പാല് കുറുക്കി, അല്ലെങ്കിൽ പാലും ക്യാരറ്റും ഇട്ട് കുറുക്കിയെടുക്കണം. രണ്ടാമത്തെ മാർഗ്ഗം, അത് നമ്മുടെ മാർഗ്ഗം, ഏത് എളുപ്പം. അതിന് ഒരു കുക്കർ എടുക്കുക. അത് ഒന്ന് വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ്. ഈ നെയ്യ് എന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാലൊഴിച്ച് തിളപ്പിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചൊന്ന് ചുറ്റിക്കുക. അതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ പാല് അതിലേക്ക് ആഡ് ചെയ്യും. പാല് തിളപ്പിച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ പാല് പെരുത്ത് പോകും. അതായത് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അധികം വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ പാല് ഉണ്ട്, അതിൻ്റെ വെള്ളമുണ്ട്, പിന്നെ ക്യാരറ്റ് അതിലേറെ വെള്ളമുണ്ട്. ഇതിൽ നമുക്ക് എളുപ്പം വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ചെടുക്കുക. ഒരു 2 വിസിൽ മാക്സിമമാണ്. നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ക്യാരറ്റ്സ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇതിലേക്ക് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കുമ്പം വെള്ളം ഇല്ലാത്ത പോലൊക്കെ തോന്നും. സോറി, അതൊരു പ്രശ്നമല്ല. ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. ക്യാരറ്റിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിതിനൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇട്ട് വെക്കാം. ഇനി ഒരു വിസിൽ, മാക്സിമം പോയാൽ 2 വിസിൽ. ഈ സമയം കൊണ്ട് നമുക്ക് പനീർ ഉണ്ടാക്കാം. പനീറല്ല, കോയ എന്ന് പറയും. അതിനുവേണ്ടി പാലൊഴിച്ച് കൊടുക്കുക. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ തിളപ്പിച്ചെടുത്തിട്ട് വേണം കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. അന്നേരം ഇത് പൊട്ടിക്കിട്ടും. വിനാഗിരി ഇരിക്കട്ടെ. ഇവിടെ തിളക്കണം. എന്താവണം, വിസിലടിക്കണം. ഈ സമയം കൊണ്ട് ഇപ്പം പോകണ്ട, ഇപ്പം പോയി പണി കിട്ടും. നമുക്ക് നട്ട്സ് ഒന്ന് ക്രഷ് എടുക്കണം. അതിനുവേണ്ടിയായിരുന്നേ. ഒരു വിസിലായി, ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്.
ആ സമയത്ത് നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തു. നമുക്കിതിലേക്ക് കുറച്ച് വിനെഗിരി ആഡ് കൊടുക്കുകയാണ്, ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോയ അല്ലെങ്കിൽ പനീർ അല്ലെങ്കിൽ മിൽക്കിൻ്റെ എക്സ്ട്രാക്റ്റ് അത് റെഡിയാണ്. നമുക്കിതിനെ നൂറ്റിയെടുക്കണം. എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോയ അല്ലെങ്കിൽ മിൽക്കിൻ്റെ എക്സ്ട്രാക്റ്റ് അത് നമ്മളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സെറ്റപ്പ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് പണിയിലേക്ക് പോവാം. പിന്നെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഞാൻ സോഫ്റ്റാക്കി എടുത്തോളാം. ഇതൊന്ന് തണുത്തിട്ട് വരാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ നട്ട്സും ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു മാറ്റി വെക്കാം. അത്യാവശ്യം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നെടുക്കാം. ഈ ലിഡിൻ്റെ ആവശ്യമില്ല. വർത്തിച്ച് കൊടുക്കാം. ആയിട്ടില്ലേ, അടിക്കൊന്നും പിടിച്ചില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവൻ ഇരുന്ന് വെന്ത് കുറുകി പാല് പോണം. പാല് കട്ടിയാണ്, അതായത് ഇതിൻ്റെ വെള്ളമെല്ലാം മാറി കുറുകി വരണം. അതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. 10-15 മിനിറ്റോളം എടുക്കും. അതിലുള്ള ക്ഷമ കാണിക്കണം. ഇതൊന്ന് മൊത്തത്തിൽ പറ്റിച്ചെടുത്തിട്ട് ഞാൻ വരാം. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ചൂടാകട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടി കേട്ടോ, അടിയിലൊന്നും പിടിക്കരുത്, അതിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടോ, പാത്രത്തിൽ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അതാ നെയ്യ് ഒഴിച്ച് കൊടുത്തുണ്ടോ കേട്ടോ, അല്ലെങ്കിൽ പാല് അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്ക് വേണ്ടി നമുക്ക് തവി മാറ്റാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി വേണം നമുക്ക് കുറച്ച് കടുമം, ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. തികച്ചും ഓപ്ഷണലാണ്. കുറുകി വരുന്നുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കോയ അല്ലെങ്കിൽ മിൽക്ക് എക്സ്ട്രാക്റ്റ് പനീർ ഇത് കട്ടിയാക്കി ഉണ്ടാക്കുന്നതാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി പാൽ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. സോറി, പാൽപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫുൾ ക്രീം മിൽക്ക് കിട്ടുവാണെങ്കിൽ അതിലേറെ കിട്ടും കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പറഞ്ഞില്ല, നമ്മുടെ ആ ഒരു ചുവന്ന ക്യാരറ്റ് കിട്ടുവാണെങ്കിൽ ആ ഒരു കളറ് വരും. ഇതിന് ആ കളറ് കിട്ടില്ല. ഇത് ഓറഞ്ച് കളറുള്ള ക്യാരറ്റ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരക്കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിടിക്കും. പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണം ആഡ് ചെയ്യാൻ കൂടുതൽ കേട്ടോ. കാരണം ഇതിന് പാലിൻ്റെ ഒരു മധുരമുണ്ട്, ക്യാരറ്റിൻ്റെ ഒരു മധുരമുണ്ട്, പഞ്ചസാരയുടെ മധുരമുണ്ട്. ഇപ്പോൾ ഈ പഞ്ചസാര ഇട്ടപ്പോൾ അത് ഉരുകി കുറച്ച് വെള്ളമായിട്ട് വരും. അത് മൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് സയൻസാണ്. പിന്നെ ഇപ്പം വെള്ളമായിട്ട് വന്നിട്ട് ഇപ്പം അങ്ങ് കുറുകിപ്പോക്കോളും. കോയ കിടക്കുന്നുണ്ടോ, അത് ഇച്ചിരി സോഫ്റ്റാക്കി ഇടുമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. വെള്ളമായി ഇതിപ്പം കട്ടിയായിട്ട് പൊക്കോളും. നല്ല ചൂടാണ് കേട്ടോ. സ്റ്റുഡിയോ മിക്കവാറും AC ആക്കേണ്ടി വരും. സ്റ്റുഡിയോ ഒന്നല്ല കേട്ടോ, ഇത് ജസ്റ്റ് എൻ്റെ കിച്ചനാണ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. എന്നാലും നമുക്ക് അതിനുള്ള ഒരു മോട്ടിവേഷൻ അത് കിട്ടുള്ളൂ. ഫോളോവേഴ്സൊക്കെ വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യൂവേഴ്സൊക്കെ ഒന്ന് വർദ്ധിക്കുമ്പോഴേ നമുക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അല്ലെങ്കിൽ വളരെ ബോറിംഗ് ആയിരുന്നു. ഇത് ചെയ്യുന്നവർക്കറിയാം. കുക്കിംഗ് അതൊരു പാഷനായിട്ട് മാത്രം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. കട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സ്. അതിന് മുമ്പ് ഞാൻ അതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ.
ധാരാളം ആവശ്യത്തിന് മധുരമുണ്ട്. ഞാൻ മധുരം കുറച്ച് വെക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പൊടിച്ചു വെച്ച നട്ട്സ്. ഈ നട്ട് ചെല്ലുമ്പം ഒരു പ്രത്യേകതയുണ്ട്, വെള്ളം പിന്നെയും കുറയും. അറിയാമല്ലോ, ഉണ്ടോ? എളുപ്പം വെള്ളം കുറഞ്ഞു പോയി. കുറച്ച് കിസ്മിസുകളുണ്ട്. കിസ്മിസ് ഇപ്പം നമ്മുടെ ഗാജർ ഹൽവ, അതായത് ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് പറ്റി കുറുകി വരികയല്ലോ. ഇത് ടെസ്റ്റർ ഉണ്ടോ? ഇച്ചിരി ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഫ്ലേവറിന് വേണ്ടിയിട്ടേ കുറച്ച് കാടുമം ഏലക്ക പൊടിച്ചായിരുന്നു കേട്ടോ. ഇതിലാണ് അത് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതും ആഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ, കൂടുതൽ വേണ്ട. തീ കുറച്ചിടാം. കുറച്ച് നെയ്യുടെ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവർ വേണമെങ്കിൽ മാത്രം കുറച്ച് മതി. ഇത് നമ്മുടെ കുട്ടികൾക്കും ഈക്വലി മുതിർന്നവർക്കും, അതായത് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റേറിയൻ സ്വീറ്റ്. പാല് വെജിറ്റേറിയൻ അല്ലേ? അതെ അല്ലേ? അപ്പോൾ നമ്മുടെ ഗാജർ ഹൽവ, ക്യാരറ്റ് ഹൽവ റെഡിയാണ്. നമുക്ക് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓഫ് ചെയ്തു. പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഗാജർ ഹൽവ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ചു. ഗാർണിഷിംഗ് ആയിട്ട് കുറച്ച് ബദാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാജർ ഹൽവ റെഡിയാണ്. ക്യാരറ്റ് ഹൽവ ഇത്തിരി സമയം എടുക്കുന്നത് കുക്ക് ചെയ്യാൻ, പക്ഷേ വളരെ ടേസ്റ്റിയാണ്, സ്വാദിഷ്ടമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. സോ ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. ബൈ ബൈ.